അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ അവരുടെ പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് നിറവേറ്റി കൊടുക്കട്ടെ. നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിഷയം നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിന് എല്ലാ നിലക്കും വിജയം ഉണ്ടാകുകയുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒരു വിജയവും ഉണ്ടാവില്ല. നിങ്ങൾ എന്തു തുടങ്ങിയാലും അതിൽ പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു സമയത്തും മനസ്സമാധാനം ഉണ്ടാകില്ല. എപ്പോഴും ടെൻഷനായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരു കാര്യത്തിലും ബറക്കത്തുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തന്നെ എടുത്തു കളയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറയുന്ന 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ പടച്ച റബ്ബ് നമുക്ക് ദുനിയാവിലും വിജയം തരൂല, ആഖിറത്തിലും വിജയം തരൂല. ദുനിയാവിലും നമ്മൾ പരാജയപ്പെടും, ആഖിറത്തിലും നമ്മൾ പരാജയപ്പെടും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജീവിതത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ചില വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ദീനി അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ മുസ്ലിം നിലാവ് എന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസിൻ്റെ വീഡിയോ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ചെറിയ ഒരു ചരിത്രത്തിൽ നിന്നും തുടങ്ങാം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ മഹാൻ ബൽഹ രാജ്യത്തിൻ്റെ അധിപനായിരുന്നു. അങ്ങനെ ഈ മഹാൻ ബൽഹാം എന്ന ഈ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മഹാന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഉദിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മഹാൻ ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങി. ഈ മഹാന് ലഭിച്ചിരുന്ന വലിയ സ്ഥാനമാനങ്ങളും വലിയ സൗഭാഗ്യങ്ങളും ഭരണാധികാരവും ഒഴിവാക്കി അള്ളാഹുവിനെ തേടി അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവസാനം ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായി തീരുകയായിരുന്നു മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറയുന്നു, ഞാൻ ലുബ്നാൻ പർവ്വതത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് വലിയ പ്രമുഖരെ ഞാൻ കണ്ടു. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അധിക പ്രമുഖരെയും ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഈ പ്രമുഖരായ വലിയ ഔലിയാക്കന്മാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളിലേക്ക് മടങ്ങിയാൽ, ദുനിയാവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിനും വേണ്ടി ജീവിക്കുന്ന ആളുകൾ എന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ആളുകൾക്ക് ദുനിയാവിൻ്റെ ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മരണപ്പെട്ടു പോകണം എന്നുള്ളതും അതുപോലെ ആഖിറത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഉണ്ടാകില്ല. എപ്പോഴും അവർക്ക് ദുനിയാവ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇങ്ങനെ ദുനിയാവ് ഉണ്ടാക്കണം, അങ്ങനെ ദുനിയാവിലെ സുഖങ്ങളും ദുനിയാവിലെ ആഡംബരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവർക്ക് നിർബന്ധമായിട്ടും ഉപദേശിച്ചു കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഔലിയാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും.
അവർ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞു തരിക. അങ്ങനെ ഈ പ്രമുഖരായ ഔലിയാക്കന്മാർ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞു തരുന്ന ഈ 4 കാര്യങ്ങൾ ദുനിയാവിനെയും ദുനിയാവിൻ്റെ സുഖത്തെയും ദുനിയാവിൻ്റെ ആഡംബരത്തെയും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് നിങ്ങൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഈ പ്രമുഖരായ ഔലിയാക്കന്മാർ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, അവർ ഭക്ഷണം കഴിക്കുന്നത് കുറക്കാൻ വേണ്ടി പറഞ്ഞു. അവരോട് അമിതമായി ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാൻ പറഞ്ഞു. അവർ അമിതമായി ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യവും ഉണ്ടാവില്ല. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ അവർക്ക് തീരെ താല്പര്യം ഉണ്ടാകില്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാമൊക്കെയും ജീവിതത്തിൽ ഭക്ഷണം അധികരിപ്പിക്കുന്നത് കൊണ്ടാണ് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചെല്ലാനും സലാത്ത് ചെല്ലാനും ഒക്കെ നമുക്ക് മടി വരുന്നത്. സഹോദരന്മാരെ, ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോയുടെ കമൻറ്റ് വായിച്ചു. ഒരു സ്ത്രീയാണ് ആ കമൻറ്റ് എഴുതിയത്. ആ കമൻറ്റിൽ ആ സ്ത്രീ പറയുന്നത് ഇതാണ്: ഉസ്താദെ, എനിക്ക് നിസ്കരിക്കാൻ വലിയ മടിയാണ്. എനിക്ക് അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വലിയ മടിയാണ്. എന്നോട് നിസ്കരിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എപ്പോഴും ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഞാൻ നിസ്കരിക്കാറില്ല. എനിക്ക് വലിയ മടിയാണ് നിസ്കരിക്കാൻ. എൻ്റെ മക്കളും ഇപ്പോൾ എന്നെപ്പോലെയായി. അവർ ഇപ്പോൾ നിസ്കരിക്കലില്ല. ഞാൻ നിസ്കരിക്കാറുണ്ടെങ്കിലല്ലേ അവർ നിസ്കരിക്കുക. അവരും എൻ്റെത് കണ്ടല്ലേ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, അതിന് എന്താണ് ഒരു പരിഹാര മാർഗം? അതിന് എന്തെങ്കിലും ഒരു ദിക്റുണ്ടോ എന്നും ചോദിച്ചു. ഇവർക്കൊക്കെ അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ മടി വരാൻ പ്രധാന കാരണം ചിലപ്പോൾ ഇതായിരിക്കും: ഭക്ഷണം അമിതമായി കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭക്ഷണം അമിതമായി കഴിക്കുന്നത് കുറക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ആളുകൾക്ക് പല രോഗങ്ങളും വരുന്നത് അവരുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി കൊണ്ടാണ്. ഇപ്പോഴത്തെ ഈ ഭക്ഷണ രീതി മാറ്റിയാൽ തന്നെ നമ്മുടെ പല രോഗങ്ങൾക്കും തടയിടാൻ നമുക്ക് സാധിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങളുടെ വയറിനെ 3 ഭാഗമാക്കണം. അതിൽ ഒരു ഭാഗം ഭക്ഷണത്തിനും 2ാമത്തെ ഭാഗം വെള്ളത്തിനും അതിൽ 3ാമത്തെ ഭാഗം കാലിയാക്കി ഇടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള എല്ലാ വഴികളും റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളാണെങ്കിലോ എല്ലാ സമയത്തും 3 ഭാഗവും ഭക്ഷണം കൊണ്ട് പൊതിയുകയാണ്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ രോഗം വരാതിരിക്കും? അതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഭക്ഷണം അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് പല ആളുകൾക്കും നിസ്കരിക്കാൻ വലിയ മടി വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക: നാം എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചാൽ മതി, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കുറച്ചൊന്ന് പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ മടികളും മാറി അള്ളാഹുവിന് ഇബാദത്തെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇനി ഇതിൽ 2ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോട് പറഞ്ഞു കൊടുത്ത 2ാമത്തെ കാര്യം, ഒരാൾ ഉറക്കിനെ അധികരിപ്പിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല. ഒരുപാട് ആളുകളുണ്ട് ഉറങ്ങാൻ വലിയ താല്പര്യം കാണിക്കുന്നവർ. ഇങ്ങനെ ഒരാൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ ബറക്കത്തുണ്ടാവില്ല. അവരിൽ ബറക്കത്തുണ്ടാവില്ല, അവരുടെ വീട്ടിലും ബറക്കത്തുണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു 7-8 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാവും. അല്ലാതെ രാവും പകലും കൂടുതൽ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ഒരു കാര്യത്തിലും ബറക്കത്തുണ്ടാവില്ല. ഇനി 3ാമത്തെ കാര്യം നോക്കാം. ജനങ്ങളുടെ പൊരുത്തം നിങ്ങൾ ആഗ്രഹിക്കരുത്.
ജനങ്ങളുടെ പൊരുത്തം നിങ്ങൾ ആഗ്രഹിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നിങ്ങളിൽ ഉണ്ടാവുകയില്ല. അഥവാ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് കണ്ടാൽ എന്തെങ്കിലും പറയുമോ, അവർ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ അയാൾ എന്നെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാകുകയില്ല. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹ് ഇത് തൃപ്തിപ്പെടുമോ, അള്ളാഹ് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ജനങ്ങൾ എന്ത് പറയും, ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ള അവരുടെ സമ്മതമോ അഭിപ്രായമോ അല്ല വേണ്ടത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ജനങ്ങളെ പേടിക്കരുത്, അള്ളാഹുവിനെ പേടിച്ചാൽ മതി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിലെ 4ാമത്തെ കാര്യം നമുക്ക് നോക്കാം. ഈബത്ത്, നമീമത്ത് പോലെയുള്ള അനാവശ്യമായ വാക്കുകൾ നീ സംസാരിച്ചാൽ അവന് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ ഭക്ഷണം അധികരിപ്പിക്കൽ, രണ്ടാമത് പറഞ്ഞ ഉറക്കിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ, അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ തൃപ്തിയാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നോക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ 4ാമത് പറഞ്ഞ ഈബത്ത്, നമീമത്ത് പോലെയുള്ള അനാവശ്യ വാക്കുകൾ സംസാരിക്കുന്നവർ. ഇങ്ങനെയുള്ള ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തന്നെ ഉദ്ദേശിച്ച് എന്തെങ്കിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ പരാജയം മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാർ പറഞ്ഞു തന്ന ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിച്ചാൽ നമ്മുടെ ദുനിയാവിലെ ജീവിതവും അതുപോലെ ആഖിറത്തിലെ ജീവിതവും അല്ലാഹു സുബ്ഹാനഹു തആല വിജയത്തിലാക്കി തരും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാത്ത കാലത്തോളം നമ്മൾ ഒരു കാര്യത്തിലും വിജയിക്കില്ല. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ പരാജയപ്പെട്ടവരാകും. ഈ 4 കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ടാകൂല, ഒരു റാഹത്തുണ്ടാകൂല, ഒരു സന്തോഷമുണ്ടാകൂല, അതുപോലെ തന്നെ ഒരു രക്ഷയും ഉണ്ടാകൂല എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.